നമസ്കാരം. ഒരു ദുരന്തത്തിനെ പോലും വിറ്റുകാശാക്കുന്ന അധമക്കൂട്ടം. കൊല്ലം 1.5 കഴിഞ്ഞു വയനാട് ദുരന്തം നടന്നിട്ട്. CMDRF ഫണ്ടിലേക്ക് കിട്ടിയത് 850 കോടിയിലേറെ രൂപയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് കുറച്ച് വീടുകളുടെ താക്കോൽ ദാനം നടത്തിയത്. നിർമ്മാണം കഴിഞ്ഞ് തൻ്റെ വീട്ടിൽ വിള്ളലുണ്ടായെന്ന് പുറത്തു പറഞ്ഞ നിമിഷം തുടങ്ങിയതാണ് നൗഫൽ എന്ന മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ. മന്ത്രി കെ രാജൻ ചെന്നു കാണിച്ച പ്രഹസനത്തെ വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ DYFI നേതാവിന് അവിടെ എന്താണ് കാര്യം? രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വസീഫിനെ പോലെയുള്ളവർക്ക് കയറി നിരങ്ങാനുള്ളതാണോ ആ ദുരന്തഭൂമി? നൗഫലിന് നഷ്ടപ്പെട്ടത് കുടുംബത്തിലെ 16 പേരെയാണ്. അയാളുടെ വീടും സമ്പാദ്യവും മുഴുവനുമാണ്. ചൂരൽമലയിലെ ഓരോ മനുഷ്യനും കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീടും കൃഷിയിടവും വ്യാപാര സ്ഥാപനങ്ങളും, എന്തിന് ഉടുതുണി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മനുഷ്യരുടെ നഷ്ടം നികത്താൻ നമ്മളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. 1-2 കോടിയില്ല, കൊടുത്തത് 850 കോടിയിലേറെ രൂപയാണ്. ഉടുതുണി വരെ നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും 2 കോടി വീതം കൊടുക്കാനുള്ള പണമുണ്ട് നമ്മൾ അയച്ചു കൊടുത്തത്. സർക്കാർ അവർക്ക് കൊടുക്കുന്നത് 1100 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപ വെച്ച് ചിലവാക്കിയാൽ പോലും 22 ലക്ഷം രൂപ മാത്രം. പക്ഷേ ഇവിടെ 30 ലക്ഷം. എന്നാൽ അതിനെയൊന്നും അവർ ചോദ്യം ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ട വീട്, അതിനവർ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം 2 ആകുന്നു. മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടന മഹാമഹം നടത്തി താക്കോലും കൊടുത്തു പോയിട്ട് മാസം 1 ആയി. ഇതുവരെ പണി തീർന്നിട്ടില്ല. തനിക്ക് വേണ്ടി പണിയുന്ന വീടിന് ചോർച്ചയുള്ളത് ശ്രദ്ധയിൽപ്പെട്ട നൗഫൽ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന എഞ്ചിനീയർമാരെ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. സംഭവം മാധ്യമപ്രവർത്തകർ അറിഞ്ഞു. മന്ത്രി കെ രാജൻ സ്ഥലത്തെത്തി ചോർച്ചയൊന്നുമില്ലെന്ന് വരുത്തി തീർത്ത് പോയതിനു ശേഷമാണ് ഈ വസീഫിൻ്റെ വരവ്. വീട്ടുടമയായ നൗഫലിനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ് അയാളുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് അധിക്ഷേപിച്ച് സംസാരിച്ചത് ഈ വസീഫ്, DYFI നേതാവായ വസീഫ്. അയാൾക്ക് വെള്ളമൊഴിച്ച് ചോർച്ച പരിശോധിക്കണം പോലും. ജനങ്ങളുടെ പണം കൊണ്ട് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീട്ടിൽ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ നാട്ടിൽ സർക്കാർ സംവിധാനങ്ങളുണ്ട്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്നുണ്ട്. അവിടെ ഒരു DYFI നേതാവിന് എന്താണ് കാര്യം? നൗഫലിൻ്റെ പരാതി ശരിയാണ്. വിള്ളൽ പരിഹരിക്കാമെന്ന് നിർമ്മാണം നടത്തുന്ന കൺസ്ട്രക്ഷൻ കമ്പനി പറഞ്ഞതുമാണ്. ആ വീട്ടിൽ കയറിയാണ് വസീഫ് നൗഫലിനെ ആക്ഷേപിച്ചത്. ആരാണ് ഈ വസീഫ്? നൗഫൽ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് നുണ പറയുകയാണെന്നാണ് അധിക്ഷേപം. എന്നിട്ട് അയാൾ നിന്ന് വിഡ്ഢിച്ചിരിക്കുകയാണ്. DYFIയുടെ ഓഫീസിൽ നിന്നോ ഇവൻ്റെയൊക്കെ തറവാട്ടിൽ നിന്നോ കൊണ്ടുവന്നതല്ല നൗഫലിൻ്റെ വീട് നിർമ്മിച്ച പണം. ജനം കൊടുത്തതാണ്. അതിൻ്റെ 1/3 ചിലവാക്കുന്നത്. അതിൻ്റെ പങ്ക് ഊരാളുങ്കൽ വഴി പലരും കൈപ്പറ്റുന്നുമുണ്ട്. ഇതൊക്കെ നിസ്സഹായരായ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച ശേഷം ഇളിക്കുകയാണ് അന്തം കമ്മികൾ. സൈബർ ഇടങ്ങളിൽ നൗഫലിനെ തെറിവിളിക്കുകയാണ് ക്രിമിനൽ കമ്മിക്കൂട്ടങ്ങൾ. എന്തൊരു ജന്മമാണ് ഇവറ്റകളുടേത്! നേരും നെറിയും പരിസരബോധവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അധമ ജന്മങ്ങൾ. സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ? ഇതൊക്കെ കൊണ്ടാണ് നിരന്തരം ഇവറ്റകളെ വിമർശിക്കേണ്ടി വരുന്നത്. ജനം ഇതെല്ലാം കാണുന്നുണ്ട്. അത് ഓർത്താൽ നല്ലത്. വസീഫിനൊക്കെ അവിടെ എന്താണ് കാര്യം? അയാൾ ആരാണ്? അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നശീകരണ പാർട്ടിയുടെ നേതാവ് മാത്രമാണ് ഈ വസീഫ്. കഷ്ടം. സഹികെട്ടിരിക്കുന്ന ജനങ്ങളെ ഇനിയും നിലത്തിട്ട് ചവിട്ടരുത്. അതേ പറയാനുള്ളൂ.